അണ്ടനാഴ്കോട്ടനും ചെറുമാനും ചെമ്മീൻകുത്തിയൊക്കെ വരണുണ്ട്. അളിനും കയറി പോരെ, തിരിച്ചറിയൊന്നുമില്ലെന്നേ. നടൻ ഭീമൻ രഘു ഇനി CPM-നൊപ്പം. ചിന്തിക്കുന്നവർക്ക് നിൽക്കാൻ കഴിയുന്ന ഇടമല്ല BJP എന്നും അവിടെ നിൽക്കുമ്പോൾ ഇറങ്ങി ഓടാനാണ് തോന്നിയിട്ടുള്ളതെന്നും ഭീമൻ രഘു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഭീമൻ രഘുവിന്റെ ശക്തമായ കാൽവെപ്പ്. അവസാനം പുലിവാലാവും. KG സെന്ററിലെത്തിയ ഭീമൻ രഘു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. വെയിലിരിക്കുന്ന പാമ്പിനടുത്ത് കോണ കൊടുക്കുന്നതിന് തുല്യമായത്. പിണറായി വിജയൻ എനിക്ക് വലിയ ഇഷ്ടമാണ് സാർ. പിണറായി അഴിമതിമുക്ത നേതാവാണെന്ന് പ്രകീർത്തിച്ച നടൻ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. പിണറായി വിജയനെ പറ്റി എന്തൊക്കെ പറയുന്ന ആൾക്കാർ അത് വാരി കൈയിട്ട് വാരി ഇത് കൈയിട്ട് വാരി. താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. അതേപോലെ പിണറായി ഞാൻ ചോദിക്കട്ടെ, ചക്കരക്കുളത്തിൽ കൈയിട്ട് വാരി നക്കായിരിക്കുന്നത് ആരെങ്കിലും? ഇവനെയൊക്കെ ഏത് നേരത്താണോ? ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. CM ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവൻ ആൾ ഈ ടൈപ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് ആസ്പത്രിയിൽ എത്തിയില്ലായിരുന്നോ? ഭീമൻ രഘു ഇനി CPM-നൊപ്പം. സഖാക്കളെ മുന്നോട്ട്. ഇനി മൂന്നാം പിണറായി വിജയന്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ കൊണ്ടുനടക്കുന്നത്? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. പത്തനാപുരത്ത് താങ്കൾ മത്സരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അവിടെ KB ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ താങ്കൾ വീക്ഷിക്കാറുണ്ടോ? എങ്ങനെയാണ് അഭിപ്രായം? ഒരു താല്പര്യം തോന്നില്ല. ഒരു സ്ഥാനാർത്ഥിയാകാൻ ആ രീതിയിലൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊരാഗ്രഹം. എത്ര മനോഹരമായ നടക്കാത്ത എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഭീമൻ രഘു സഖാക്കളെ മുന്നോട്ട് എന്ന ഗാനവും ആലപിച്ചു. ഈ വിപ്ലവകാരികൾക്ക് പാട്ടൊരു ആവേശം. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. സംസ്ഥാന BJP എല്ലാം എന്താണ് നിങ്ങൾ CPM തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? അത് വാരി കൈയിട്ട് വാരി ഇത് കൈയിട്ട് വാരി. അപ്പൊ അതൊക്കെ തന്നെ ചക്കരക്കുളത്തിൽ കൈയിട്ട് വാരി നക്കായിരിക്കുന്നതാണ്. കൊടി പിടിച്ചതിന്റെ കാരണം എന്താ? കൊടി പിടിച്ചതിനകത്ത് അതിന്റെ അതിലുള്ള പടവുള്ളത്. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തിപ്പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക് അത് കറക്റ്റ്. ഞാൻ വന്നതേ ഒരു ന്യൂസ് കേട്ടു. ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകനും ഒക്കെയായ ശ്രീ റെജി ലൂക്കോസ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു, ഇയാളൊരു വലിയ ബാധ്യതയാണ്. ഇത് എന്റെ വക ആപ്പ്. പട്ടിക മാമനുണ്ട്. ഇയാള് ഒരു തരത്തിലും CPM-ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇയാളെ ചവിട്ടി പുറത്താക്കണം. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ ഒരുവേള പാർട്ടിയുടെ ആ ഉള്ള ഇമേജെങ്കിലും പോകാതിരിക്കും. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. അറ്റ ഞെട്ടൂല വീണ ഭൂമിയില്ല എന്ന് പറഞ്ഞ ചേലക്കാവും. 1 2 3 4. ചങ്കിനു ചങ്കേ ചെങ്കൊടി തന്നെ പിടിക്കേ, ചങ്കിനു ചങ്കേ ചെങ്കൊടി തന്നെ പിടിക്കേ. എനിക്ക് ഏത് നേരത്ത് തോന്നിയോ ഇങ്ങനെ ഒരു മാറണം? ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലേക്കാരോ എത്തിയാൽ മതി. പിന്നെ നാറാ വേറെ വല്ലതും വേണോ? സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് CPM-ന്റെ കൊടിയും പിടിച്ചു കൊണ്ടുവരിക, ഇന്റർവ്യൂവിനിടയിലൊക്കെ തന്നെ വിപ്ലവ ഗീതങ്ങൾ ആലപിക്കുക. ഇങ്ങനെയുള്ള എന്നോടൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? വലിയൊരു അപകടത്തിൽ നിന്നാണ് ശിവരാമൻ എന്നെയും ഈ കുടുംബത്തെയും രക്ഷിച്ചത്. അദ്ദേഹം CPM-നെ പരിഹസിക്കുകയാണോ? ഇദ്ദേഹം CPM-ന് ഒരു ഒഴിയാബാധയാണോ, ഒരു ബാധ്യതയാണോ? ദാസപ്പൻ ഇവിടെ വന്ന് നിൽക്ക. വേണ്ട സാർ. അത്രയും മനസ്സിനോട് ചേർന്ന് രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. പണ്ടേ രക്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കോളേജ് പഠിച്ചതിന്റെ കാലത്ത് മുതൽ ഒരു ചെറിയ ടച്ചസ് ഇതിനകത്തുണ്ടായിരുന്നു. ഒരു ശീലം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു. എന്തുവല്ലോ പറഞ്ഞ ഈ ചുവന്ന കൊടിയും പുതച്ച് ചുവന്ന തൊപ്പിയും വെച്ച് വിപ്ലവ ഗീതവും പാടി ആവശ്യമില്ലാതെ ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഇത് എന്തുകൊണ്ടാണ്? ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഇത് മറ്റേല്ല, അത് ചവിട്ടി കണക്കായല്ലടാ. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാങ്ങും. ചായ കുടിച്ചിട്ട് പോവാം. എന്റെ റിട്ടേൺ ടിക്കറ്റ് ഓപ്പൺ ആണ്. എപ്പോ വേണേലും പോവാം, പോവാതിരിക്കാം.
ഇനി നിങ്ങൾ പോയി, ഞാൻ കാറി വരാം. ഈശ്വര, അവർക്ക് വഴി തെറ്റണേ. തള്ള കാറ് പോയി. ഇനി ഇതിൽ വരാം. കാറും പോയി, ആട്ടോയും പോയി. എനിക്ക് മതിയായില്ല.